ഹലോ ഫ്രണ്ട്സ്, ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പഴയ കേടായ ബൾബൊക്കെ ഉണ്ടാവുമല്ലോ, ഫിലമെൻറ്റ് ബൾബ്. അതുകൊണ്ട് ഒരു ടെറേറിയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്, ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്കിതെങ്ങനെയൊന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് സൈഡിലോട്ടും തള്ളി നിൽക്കുന്ന കൊമ്പ് പോലെയുള്ള മെറ്റൽ പാർട്ടൊക്കെ നമുക്ക് ഒരു പ്ലയർ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിച്ച് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നൈസായിട്ട് ഊരിപ്പോരും. ഇതുപോലെ ഈസി ആയിട്ട് ഊരിയെടുക്കാം നമുക്കത്. അതുപോലെ തന്നെ രണ്ടാമത്തതും കളയാം. പിന്നെ നമുക്ക് ആ മുകളിൽ വരുന്ന രണ്ട് മെറ്റൽ പാർട്ട് ഉണ്ടല്ലോ, അതും ഇതേപോലെ പ്ലെയർ വെച്ച് പതിയെ ഇറുക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത്. അപ്പോൾ ഇതുപോലെ തന്നെ അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹോൾ അതിൻ്റെ അകത്ത് കാണാം. ആ ഹോളിലൂടെ നമുക്ക് ആ കറുത്ത പാർട്ട് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കത് കളയാൻ പറ്റും. അപ്പോൾ ഞാനൊരു കോമ്പസിൻ്റെ കൂടെ ഡിവൈഡറാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൂചി പോലത്തെ എന്തെങ്കിലും ഉപയോഗിച്ച് ആ ഹോളിലേക്ക് അതിട്ട് നല്ലപോലെ ഇളക്കി പതിയെ ജസ്റ്റ് കൂളായിട്ട് ചെയ്യുക എല്ലാവരും. ചില്ലൊന്നും പൊട്ടിക്കരുത്. പതിയെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൊട്ടി ചെറിയ പീസായിട്ട് പൊട്ടി വരും. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് ഈസിയാണ്. അപ്പോൾ ഞാനത് ഫുൾ അതിൻ്റെ ഉള്ളിലുള്ള റിമൂവ് ചെയ്തു. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഗ്ലാസ് പാർട്ട്, ആ ഫിലമെൻറ്റ് വരുന്ന ആ ഗ്ലാസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ബ്രൗൺ കളറിലെ സാധനങ്ങളൊക്കെ ഇരിക്കണേ നമുക്ക് കാണാം. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഇട്ടൊന്ന് ഇളക്കിയെടുത്ത് നമുക്കത് കളയാം. അപ്പോൾ നമുക്ക് പുറകിൽ കൂടി ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഒന്ന് കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വരുന്നത് കാണാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് പതിയെ തട്ടി കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലെ ഫിലമെൻറ്റിൻ്റെ പോർഷൻ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പതിയെ തട്ടി കൊടുത്താൽ മതി. കൂടുതൽ ബലം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുള്ള് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് തട്ടി കൊടുക്കുമ്പോൾ അങ്ങനെ പോകും. ഇനി നമുക്ക് സ്ക്രൂ ഡ്രൈവർ അങ്ങനെ കയറ്റിയിട്ട് ജസ്റ്റ് സൈഡിലോട്ടൊന്ന് ചരിച്ചു കഴിഞ്ഞാൽ ആ ബാക്കി തള്ളി നിൽക്കുന്ന ഗ്ലാസും കൂടി നമുക്ക് പൊട്ടിച്ചളയാൻ സാധിക്കും. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാം. എല്ലാവരും പതിയെ നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ളിലുള്ളതൊക്കെ മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെറേറിയം സെറ്റ് ചെയ്യാനായിട്ടുള്ള പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കരി ഇടുന്നുണ്ട്. കരി ഇച്ചിരി പൊടിച്ചിട്ട് ഇനി മണ്ണും അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടെറേറിയം എന്ന് പറയുമ്പോഴത്തേനും ആദ്യം തന്നെ നമുക്ക് ആ പച്ചപ്പാണല്ലോ, അപ്പോൾ മോസാണ് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ മോസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ പീസായിട്ട് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. മോസ് മുകളിലൊരു ചെറിയ ഹോളാണല്ലോ ഉള്ളത്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മോസ് എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് എന്തെങ്കിലും ഇറുക്കിലിയോ എന്തെങ്കിലും വെച്ചിട്ട് പൊസിഷനെല്ലാം കറക്റ്റാക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ അകത്ത് ഈ ബൾബ് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മെറ്റൽ പാർട്ട് ഇപ്പോൾ കാണില്ല. അപ്പോൾ ഞാൻ ഈ ചെടിയൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോൾ കയ്യിരുന്നപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളകി പോന്നു. അപ്പോൾ അതില്ലാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാങ് ചെയ്യാനും ഇതിനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്തിട്ട് നമുക്ക് തിരിച്ചതിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളും. പ്രശ്നമൊന്നുമില്ല അതിന്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെടികൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യുക ടെറേറിയത്തിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഐഡിയ അനുസരിച്ച് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ. ഞാൻ കുറച്ച് സീഡൻ പ്ലാന്റും പിന്നെ കുറച്ച് നമ്മുടെ കല്ലുകളിലും അതിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ചെറിയ പന്നൽച്ചെടി പോലത്തെ ചെടികളൊക്കെയാണ് ഞാൻ ഇവിടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കല്ലുകളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഉള്ളിൽ. അപ്പോൾ ഞാൻ മുകളിലുള്ള മെറ്റൽ പാർട്ട് ഞാൻ ഗ്ലൂ ചെയ്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് കാണുന്ന ഹോളിലൂടെ നമുക്ക് എന്തെങ്കിലും കമ്പിയോ എന്തെങ്കിലും കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാങ് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. അതുമാത്രമല്ല നമുക്ക് ഈ കമ്പി വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡ്, അതിങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന രീതിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം.
അപ്പോൾ സ്റ്റാൻഡ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും അത് ലാസ്റ്റത്തെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈസി ആയിട്ട് നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. അത് അടിയിലൊരു സർക്കിളും മുകളിലോട്ട് ഇങ്ങനെ വന്നിട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു പാർട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ആ ഹോളിലൂടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡും ആയി. ഇനിയിപ്പോൾ സ്റ്റാൻഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ രീതിക്കും അത് എന്തെങ്കിലും കയറെന്തെങ്കിലും കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മരത്തിലോ എവിടെയെങ്കിലും ഒക്കെ നമുക്കൊരു ഹുക്ക് ഇട്ടിട്ട് തൂക്കിയിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു കയർ ഉപയോഗിച്ച് ഞാനിവിടെ മരത്തിലിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.